സംഭാരം ഒരു ജോലി ചെയ്യണ കണ്ടൂടെ? കുറച്ചു നേരം കാത്തു നിന്ന എന്താ നിനക്ക്? തമ്പുരാട്ടി അമ്മ മുഖം കാണിച്ചപ്പോ മടങ്ങണമല്ലോ. എന്താ എന്താണ്? അമ്പലത്തിനകത്ത് പാമ്പ് വിഗ്രഹത്തിൽ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്നു. ശരി ശരി. എന്താ ഇവിടെ? എനിക്കൊരു ചായ കുടിക്കണം. ഇവിടെയോ? നല്ല ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോ തനിക്ക് കഴിക്കാൻ പാടില്ലായിരുന്നോ? ഭൂമിയിൽ എവിടെയായാലും ചായ ഉണ്ടാക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ദേ ആ നിൽക്കുന്ന കുമാരേട്ടൻ ചെയ്യുന്ന പണി. അത് അടുക്കളയിൽ നിന്ന് നടന്ന് ചില്ലിട്ട മുറിയിലേക്ക് എത്തി വലിയൊരു ബില്ലും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാവും. ഇത് കുമാരേട്ടൻ നേരിട്ട് തരും. ആ കുമാരേട്ടാ പോരട്ടെ, നമ്മുടെ സ്പെഷ്യൽ ഒരെണ്ണം. എപ്പോഴാ റെഡി? എവിടേക്കായിരുന്നു യാത്ര? ആദിവാസികളെ കാണാൻ. ആ കുട്ടിക്ക് എന്തോ പഠിക്കാനാ. അല്ല ഇത് ഏതായി കൊച്ച്? ചെമ്പേരിയിൽ വന്നത്. അപ്പോ ഇന്ന് ബാലൻ പാടത്തൊന്നും പോയില്ലേ? ആ വെറുതെ അല്ല പണിക്കാര് മുഴുവൻ കറങ്ങി നടന്നത്. എന്റെ കുമാരേട്ടാ, നിങ്ങളുടെ കയ്യില് ബ്രഹ്മാവ് എന്തോ കൊളുത്തി തന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരു ചായ? ആഹാ ഉഗ്രം. ഈ നാട് കാണാൻ വേണ്ടി പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ട് ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുമാരേട്ടന്റെ ചായയാണ്. നീ എന്നെ ഫേമസ് ആക്കോ ബാല? നിങ്ങള് ഫേമസ് അല്ലേ? സിറ്റിയിലൊക്കെ പോയി ചായ എന്ന് പറഞ്ഞ് ഓരോ കാടിവെള്ളം കുടിക്കുമ്പോഴാ നിങ്ങളുടെ വില മനസ്സിലാവുന്നത്. ഒരു ചായ എനിക്കും. എന്താ ഇത്ര പ്രത്യേകത എന്ന് അറിയണല്ലോ. അപ്പൊ ശരി. അപ്പോ പറ്റില്ലല്ലേ? എന്റേത് പറ്റില്ല. ബാക്കി ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ കാശ് വാങ്ങിച്ചോണം. എത്രയാ? 3 രൂപ. ലോകത്തെ 8ാമത്തെ അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷെ ചായ എന്ന് പറയാം. ചായക്ക് ആ പേരല്ലേ വേണ്ടു. ഒരു കൈസഹായത്തിനൊന്ന് ചെല്ലാന്ന് പറഞ്ഞപ്പോഴേ തോന്നി ഒന്നീ ജോത്സര് അല്ലെങ്കിൽ പൂജാരി. അമ്പലത്തിൽ പാമ്പ് വരാന്ന് പറഞ്ഞ ദോഷം നോക്കാതെ പറ്റില്ല. പക്ഷേ ഓരോരുത്തര് വരുമ്പോഴും പേടിയാ. കണ്ടുപിടിക്കാൻ ഒന്നേ ഉണ്ടാവൂ, ചിറ്റയുടെ ജാതകദോഷം. മേലേടം തിരുമേനി വരുന്നത് ചിറ്റ അറിഞ്ഞോ? ചോദിച്ചു എന്നോട്. പേടിയൊന്നുമല്ല, ഒരു മരവിച്ച നോട്ടം, അത്രേ ഉള്ളൂ. ശീലായി അതിന്, അല്ലാതെന്താ. ജനിക്കുന്ന സമയത്ത് എഴുതി കിട്ടുന്നതല്ല ജാതകം.
അത് ജനിക്കുന്ന ആളുടെ തെറ്റാ. ഇത്തിരി കരുണ കാണിക്കുക എല്ലാവർക്കും. ആര് കാണിക്കുന്നു? ആരോട് കാണിക്കുന്നു? തിരുമേനിയാവൂ. നമസ്കാരം തിരുമേനി. കാലം നല്ലതാണല്ലോ കുഞ്ഞപ്പന്. എന്നിട്ടെന്താ അതിന് യോജിക്കാത്തൊരു വാട്ടം? പാടത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചെളിയിൽ നിൽക്കണോണ്ട് താമര മോശമാവാറില്ല. ഓ, സമയം നല്ലതെന്ന് വെച്ചാൽ എവിടെ നിന്നാലും അതിന്റെ ഒരു പ്രഭയുണ്ടാവും. എവിടാടോ തന്റെ തമ്പുരാൻ? നമസ്കാരം. രാജ്യത്തിന്റെ നന്മ രാജാവിന്റെ മുഖത്ത് നിന്ന് വായിച്ചറിയാം. കേമം, സംശയമില്ല. ഒന്ന് പതറി, അതാ പെട്ടെന്ന് ആളയച്ചത്. നോക്കാം. ചെമ്പേരി തറവാടിന് പരിഹാരവിധികളില്ലെങ്കിൽ ശാസ്ത്രത്തിന് എന്തോ തെറ്റുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ശാസ്ത്രം തെറ്റാറില്ല. തിരുമേനി ഈ മണ്ണി കാല് കുത്തുന്നു, എനിക്ക് മനസ്സിൽ സമാധാനം എഴുതുന്നു ഒരുപോലെയാണ്. വരിക. എന്താ തിരുമേനി? നോട്ടം വിസ്തരിച്ചുണ്ടല്ലോ. ആവാം. വരിക. ഗുരുതരമാണ്. ക്ഷേത്രത്തിൽ കണ്ടതും ഉമ്മറത്തേക്ക് കയറുമ്പോ പടിക്കെട്ടിൽ ബോധ്യപ്പെട്ടതും ദുസ്സൂചനകൾ തന്നെ. തിരുമേനി, കർമ്മകാരകരായ ദൈവങ്ങളെല്ലാം ഒളിമങ്ങിയാണ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം പാപഗ്രഹങ്ങളും നീചശക്തികളും ശക്തി പ്രാപിച്ചു എന്ന് തന്നെ. സംശയം വേണ്ട. കുലം മുടിക്കാൻ പിറന്ന ജാതകത്തിന്റെ രൂക്ഷത തന്നെ. അത് അതിന്റെ ഉച്ചസ്ഥായിയില്ല. അനർത്ഥങ്ങൾ എവിടെ നിന്നൊക്കെ എന്ന് പ്രവചിക്കാനാവില്ല. പരിഹാരം ഈശ്വര സേവ, അതൊന്നേ മാർഗമുള്ളൂ. പൂജകൾ, വഴിപാടുകൾ, ഉപവാസം, വ്രതം, അതെത്ര സാധിക്കും അത്രയെന്നാ. ഈശ്വര.
മാസം 13 നാൾ 15 നാഴിക. അത് കഴിഞ്ഞാൽ ദോഷജാതകത്തിന്റെ അപഹാരം നീങ്ങുന്നതോടെ ശുഭം എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞ പ്രശ്നവിധി പറയുക എന്നതാ എന്റെ ധർമ്മം. ഈശ്വരോ രക്ഷത. 8 മാസം 13 നാൾ 15 നാഴിക. അതിനപ്പുറം ദോഷജാതകക്കാരി ജീവിച്ചിരിക്കില്ല. മരണം സുനിശ്ചിതം. ബാല, നീ പോവാ? കേട്ട് നിൽക്കാൻ പറ്റണില്ല. നിന്നാ ഞാനെന്തെങ്കിലും പറഞ്ഞു പോവും. കൊല്ലലും തിന്നലോ കഴിഞ്ഞിട്ട് വാ. എടാ മഴ. മഴയൊക്കെ ഞാൻ കുറെ കണ്ടതാ. എന്റെ ഭഗവതി. എന്താ പരിഹാരം പറഞ്ഞേ? കൊല്ലണമെന്നാ? ചിറ്റേ, അപൂർവങ്ങളിൽ അപൂർവമായ ജാതകം. എത്ര കാലം ജീവിക്കുമെന്നും ഗണിച്ചുവല്ലേ? ജാനു പറഞ്ഞു. മാസത്തിന്റെ ഒരു കാര്യം. എത്രയാ പറഞ്ഞത്? അധികമുണ്ടോ? ഇനി എല്ലാരും കൂടി വരും, കൽക്കത്തന്നും ബോംബെന്നും. അങ്ങനെ ഒരു ദിവസം വന്നിട്ടാ എല്ലാരും കൂടി ചങ്ങല കിട്ടത്. ആരും വരില്ല, ഒന്നും ചെയ്യില്ല ചിറ്റേ. മരിക്കാൻ പേടിയുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എന്താ കാരണം? നീ തന്നെ. നിന്നെ വിട്ടു പോട്ടെ ചിറ്റേ. താഴെ ചെന്നൊന്നും ചോദിക്കണ്ട, അപേക്ഷിക്കാനും നിൽക്കണ്ട. എനിക്ക് വേണ്ടി ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് നീ, ഒരു ഗുണമില്ലാണ്ട്. എനിക്ക് ഗുണമുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴാ എനിക്ക് എന്നെ കുറിച്ചൊരു ബഹുമാനം തോന്നുന്നു. ഈ മുറിയിലെത്തുമ്പോഴാ ജീവനുണ്ടെന്നൊരു വിശ്വാസം വരുന്നു. ചിറ്റ പോകുമ്പോഴോ? എങ്ങട് മരണം വന്നാലും പെട്ടുകൊടുത്തിട്ട് വേണ്ട ഞാൻ.